കാണാൻ വേണ്ടി പോവാണ്. ഹാപ്പി വാലിയിലാണ് ഇത് നടക്കുന്നത്. അപ്പം സാധാരണ ഞങ്ങൾ എപ്പോഴും ബസ്സിലോ ട്രെയിനിലോ ഒക്കെയാണ് പോകുന്നത്. അപ്പം ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ട്രാമിൽ പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ ഇരിക്കുന്നത് ട്രാമിൻ്റെ ഉള്ളിലാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് പോലെ തന്നെ ഒരു സംഭവമാണ്. പക്ഷേ ഈ ട്രെയിൻ പോകുന്ന പോലെ പാളത്തിൽ കൂടെയാണ് ഈ ട്രാം പോകുന്നത്. പിന്നെ ഭയങ്കര സ്ലോയിലാണ് അത് പോകുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് സിറ്റി ഫുൾ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പിന്നെ ഭയങ്കര ചീപ്പാണ്. ആകെ $2.5 എന്തോ ഉള്ളൂ ഇതിൻ്റെ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാമിൽ പോകാനായിട്ട്. പിന്നെ പതുക്കെ പോകേണ്ട സ്ഥലത്തൊക്കെ ആണെങ്കിൽ ട്രാമിൽ പോകുന്നതുകൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പം ഞങ്ങളിന്ന് ട്രാമിൽ കയറി മെല്ലെ സിറ്റിയൊക്കെ കണ്ടുകൊണ്ട് ഹാപ്പി വാലിയിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റേ ചെയ്യും. ഞങ്ങൾ ഹാപ്പി വാലിയിലെത്തി. ഇവിടെ ഹോഴ്സ് റേസ് തുടങ്ങാനൊന്നും ആയിട്ടില്ല. ഇതിൻ്റെ പുറത്ത് നമുക്ക് വേറൊരു സാധനം കാണാൻ പറ്റും. ഇത് കണ്ടോ, ബാക്കിൽ കാണുന്നതാണ് ഹിന്ദു ടെമ്പിൾ. അത് ഇവിടുത്തെ കൃഷ്ണനും രാധയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഒരു നോർത്ത് ഇന്ത്യൻ ടെമ്പിളാണ്. ഞാൻ ഹോങ്കോങ്ങിൽ വന്നിട്ട് ആപ്പാടെ ഒരു അമ്പലം എന്ന് പറയാനായിട്ട് ആകെ കണ്ടത് ഇതാണ്. ഇതാ പുറകിൽ കാണുന്നത്. പിന്നെ നമുക്ക് ഹോഴ്സ് റേസ് നടക്കുന്ന അങ്ങോട്ട് പോകും. It's cold for a summer night. I text you, I'm sorry, I don't mean to bother, but figured I gotta try. And you say you're busy, but I don't believe you, it's keeping me up at night. The way my emotions keep turning around, can keep it inside, no. Here we go, we go. And let the roller coaster ride begin. Here we go, we go. Already told you I won't let you in. Same old story of my life. You run, but I need you in my life. I've been told to take a hint, now I'm fine. 'Cause I wanna be loved by you. I wanna be loved by you. 'Cause I wanna be loved by you. I wanna be loved by you. Wanna be loved by you. I wanna be loved by you. 'Cause I wanna be loved by you. I wanna be loved by you. 'Cause I wanna be loved by you. Wish I was a winner. She still wears my heart on her shoulder. Oh man, let's kill her. But she knew I had nothing left to lose and everything to prove. I just wanna be loved by you. Here we go, we go, we go. And let the roller coaster ride begin. 'Cause I wanna be loved by you. I wanna be loved by you. 'Cause I wanna be loved by you. I wanna be loved by you. Wanna be loved by you. I wanna be loved by you. 'Cause I wanna be loved by you. I wanna be loved by you. ഞങ്ങൾ ഹാപ്പി വാലിയിലെത്തി. ഹോഴ്സ് റേസിംഗ് നടക്കാൻ പോകുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഈ പുറകിൽ കാണുന്ന സ്റ്റേഡിയത്തിലാണ് ഹോഴ്സ് റേസ് നടക്കുന്നത്. ഇവിടെ കുറച്ചുകൂടെ കഴിയണം. ഒരു 7:15 ഒക്കെ ആകുമ്പോഴത്തേക്കാണ് ഇത് നോർമലി സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ.
ഇവിടെ എന്ന് പറയുന്നത് ഹോങ്കോങ്ങിൽ ഹോഴ്സ് റേസ് നടത്താൻ ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്ത്, അതായത് ഒരു 150 വർഷത്തിന് മുന്നേക്കും ബ്രിട്ടീഷുകാർ വന്നപ്പോൾ തൊട്ടാണ് ഇവിടെ ഈ ഹോഴ്സ് റേസ് നടത്തുന്നത്. അതിനുശേഷം അവരത് കണ്ടിന്യൂ ചെയ്ത് ഇപ്പോൾ എല്ലാ ബുധനാഴ്ചയും രാത്രി ഇവിടെ ഈ റേസ് നടത്താറുണ്ട്. അപ്പം നോർമലി 7 തൊട്ട് 11 മണി വരെയൊക്കെ ഉള്ളൂ ഇതിൻ്റെ റേസിംഗ് ടൈം. എല്ലാ 30 മിനിറ്റിലും ഓരോ റേസ് നടത്തും. അതായത് 7 to 8 റേസസ് ഒരു ദിവസം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഭയങ്കര നല്ല ക്രൗഡാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. എൻ്റെ പുറകിൽ നമ്മളുടെ ക്രിക്കറ്റ് സ്റ്റേഡിയം പോലെ നമുക്ക് കാണാം. ഇവിടെ ഒത്തിരി ആൾക്കാർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഫില്ലാവും. ഇവിടെ ഒരു 7:15 ഒക്കെ ആകുമ്പോഴത്തേക്ക് 7-8 ഒക്കെ ആകുമ്പോഴത്തേക്കാണ് നിറച്ച് ആൾക്കാർ വരുന്നത്. അപ്പം ഞങ്ങൾ ഹോഴ്സ് റേസ് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ സിനിമയെ മാത്രമേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോഴ്സ് റേസ് ഒക്കെ കണ്ടിട്ടുള്ളൂ. നമ്മൾ ജാക്ക് പോട്ട് എന്ന് പറയുന്നൊരു മലയാളം പടത്തിൽ നേരിട്ട് ആദ്യമായിട്ടാണ് ഇത് കാണാൻ വേണ്ടി വന്നേക്കുന്നത്. അപ്പം എങ്ങനെയാണെന്ന് അറിയില്ല, അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. നല്ല ചിയർ ചെയ്യാനൊക്കെ തോന്നുന്നുണ്ട്. കാര്യം അതുപോലെ ഇവിടെ ആൾക്കാർ, പിന്നെ ഒരു പാർട്ടി മൂഡ് ഇവിടെ വന്നിട്ട്. ഇവിടെ റേസ് കാണാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് എനിക്കും ഒരു മുയലിൻ്റെ കൊമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വെച്ചിട്ടാണ് ഞാനിവിടെ ഫുൾ നടക്കാൻ പോകുന്നത്. ഞങ്ങൾ ബെറ്റ് ചെയ്യാൻ പോവാണ്. അതിന് ഞാൻ ഇവിടെ ഒരു $100 വൗച്ചർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി 3ാമത്തെ ഹോഴ്സ് റേസ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ 1, 2, 3 പൊസിഷനിൽ ഏതൊക്കെ കുതിരകൾ വരുമെന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണം. ആ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വൗച്ചർ യൂസ് ചെയ്ത് ബെറ്റ് ചെയ്യുന്നത്. ബെറ്റ് എങ്ങാനും ജയിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പൈസ കിട്ടും. നോക്കാം. ഇവിടെ ബെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. റേസിംഗ് എടുത്തിട്ട് വിൻ, ഇതിൽ റേസ് നമ്പർ 3 ആണ്. അപ്പോൾ ഇനി ഞാൻ ഇവിടുന്ന് ഓർഡർ സെലക്ട് ചെയ്യാം. നേരത്തെ വന്നത് 813. ഓക്കെ, ബെറ്റ് ചെയ്യാൻ പോവാണേ. എത്ര രൂപയ്ക്കാ? 20. ഞങ്ങളിവിടെ ബെറ്റ് ചെയ്തിട്ട് നിൽക്കുക. ഇതാണ് നമ്മളുടെ ഓർഡർ 1478. ഈ ഓർഡറിലുള്ള കുതിരകൾ ജയിക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടുമായിരിക്കും. അപ്പോൾ അടുത്ത റേസ് തുടങ്ങാനായി അങ്ങോട്ട് പോവുക കേട്ടോ.
ഞങ്ങളുടെ ബെറ്റ് ചീറ്റിപ്പോയി. ഇത്തവണത്തെ റേസിൽ 2 ഫസ്റ്റ് പൊസിഷനിൽ വന്നത്. നമ്മൾ 1 പ്രെഡിക്റ്റ് ചെയ്തത്. അങ്ങനെ പണി പാടി. പിടിക്കട്ടെ. ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. ഇവിടുത്തെ ഒരു ഫേമസ് റെസ്റ്റോറൻ്റ് ആണ് യംച എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇവിടെ വേറൊരു സാധനം കാണിച്ചതാണ്. ഈ പ്ലേറ്റ് കണ്ടോ, ഇതിൻ്റെ അകത്തൊരു മീൻ പോലെ കിടക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി, ഇവിടെ അടിപൊളി ഡിംസം കിട്ടും. ഇപ്പോൾ ഹോങ്കോങ്ങിലൊരു ഒത്തൻറ്റിക് ഫുഡാണ് ഡിംസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഇവിടെ ആൾക്കാർ ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റീംഡ് ആയിട്ടുള്ള ഫുഡ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഈ സ്റ്റീംഡ് ആയിട്ടുള്ള ഒരു സ്നാക്കിനെയാണ് ശരിക്കും ഡിംസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് വെച്ചാൽ ഇവിടെ ഒരുപാട് ഫ്യൂഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പല ടേസ്റ്റ്, പല ഫ്ലേവറിലും, പല കളറിലും, രൂപത്തിലും ഒക്കെ നമുക്ക് ഈ ഡിംസംസ് കിട്ടും. നല്ല ടേസ്റ്റാണിത്. ഞാൻ ഒരു തവണ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെയാണെന്നൊക്കെ. ഇതാണ് 1000 year old എഗ്ഗ്. ഇത് കണ്ടോ, കറുത്ത കളറിലായി ഈ എഗ്ഗ് ഇരിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ നാള് മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിട്ടിട്ട് എന്തൊക്കെയോ പ്രോസസ്സിങ് ഒക്കെ ചെയ്തെടുത്ത നമ്മുടെ എഗ്ഗ് തന്നെയാണ്, മുട്ടയാണിത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. കണ്ടോ, കറുത്ത കളറിൽ ഇരിക്കുവാ ഈ മുട്ട. ഇത് ഒരു ടൈപ്പിലുള്ള ഡിംസാണ്. പൈനാപ്പിൾ ബൺ എന്നാണ് ഇതിന് പറയുന്നത്. കിളീനെ കൂടിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നേക്കുന്ന പോലെ ഉണ്ട്. കിളിയുടെ ഒരു ഷേപ്പൊക്കെയാ. കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ്, നല്ല മധുരമുള്ളൊരു കുക്കി കഴിക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്ന ഡിംസും എല്ലാം വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്. ഭയങ്കര ക്യൂട്ടായിട്ട് ഇതിനെ കൊണ്ടുവന്നേക്കുന്നത്. പിഗിനെ പോലെ ഇരിക്കുന്നത്. ഇത് സെർവ് ചെയ്തേക്കുന്ന ബൗള് കണ്ടോ, ഇത് ബാമ്പു കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബൗളിലാണ് ഇവർ സെർവ് ചെയ്യുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. ഇത് കസ്റ്റേർഡ് ബണ്ണാണ്. ഇതുണ്ടോ എന്ത് സോഫ്റ്റാന്ന് നോക്കി, തൊടുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് കസ്റ്റേർഡാണ്. ഇതുപോലെ തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ടാണ് കൊണ്ടുവരുന്നത്. ഇവരുടെ ഡെക്കറേഷനാണ് നമ്മൾ കൂടുതലായിട്ട് ഇംപ്രസ് ചെയ്യുന്നത്. അതുപോലെ ഇത് വേറൊരു ടൈപ്പാണ്. ഇത് സോസേജ് ബണ്ണാണ്. ഇത് നമുക്ക് പട്ടിക്കുട്ടീൻ്റെ ഷേപ്പിലായിരിക്കുന്നത്. എല്ലാം ഭയങ്കര ക്യൂട്ടാണ്. ഇവിടുത്തെ ഓരോ ഡിഷും നല്ല ക്യൂട്ടായിട്ട് അവർ സെർവ് ചെയ്യുന്നത്. ഭയങ്കര ടേസ്റ്റുമാണ്. ഇത് ഞാൻ എടുത്ത് കാണിച്ചു തരാം. എന്ത് സോഫ്റ്റാന്ന് നോക്കി, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് സീ ഫുഡ് ഫ്രൈഡ് റൈസ് ആണ്. ഇത് കണ്ടോ, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഉണക്ക ചെമ്മീൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇതാ ചെമ്മീൻ ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ സീ ഫുഡുകളൊക്കെ ഇട്ടിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് ആണ്. സംഭവം നല്ല ടേസ്റ്റുള്ള ഒന്നാണ്. ഇനി ഈ സോസേജ് ബണ്ണ് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. കാണാൻ നോക്കി പട്ടിക്കുട്ടി പോലല്ലേ. എൻ്റെ ഉള്ളിൽ സോസേജ് വെച്ച് ഫില്ല് ചെയ്തേക്കുവാണ്. ഇതിൽ കണ്ണും മൂക്കും ചെവിയൊക്കെ വെച്ച് പട്ടിക്കുട്ടിയെ പോലെ അറേഞ്ച് ചെയ്തേക്കുന്നു. ഈ പുറത്ത് ഔട്ടർ കവറിങ് എന്ന് പറഞ്ഞാൽ സ്റ്റീം ചെയ്ത എന്തോ സാധനമാണ്. നമ്മൾ എന്താ പറയുക, കേക്കിൻ്റെ ഒക്കെ ബാറ്ററിൻ്റെ സ്റ്റീംഡ് ആയിട്ടുള്ളൊരു വേർഷൻ പോലെ തോന്നുന്നു. കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ. അപ്പോൾ ഇന്ന് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഹോഴ്സ് റേസിങ് കണ്ട്, പിന്നെ കുറച്ച് ബെറ്റ് വെച്ച് കാശൊക്കെ കളഞ്ഞ്. എന്നാലും കുഴപ്പമില്ല, ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ അടിപൊളി ഫുഡ് കഴിച്ച്. ഇവിടുത്തെ ഡിംസം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അത് ഇവിടെ ഹോങ്കോങ്ങിൽ വരുവാണെങ്കിൽ മസ്റ്റ് ട്രൈ. അത് നല്ല അടിപൊളി ഫുഡാണ്. അപ്പോൾ ഡിംസം കഴിച്ചു. ഇനി ഞങ്ങൾ തിരിച്ചു പോവാണ്. ഞങ്ങളുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബൈ ബൈ. भड़ी 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 रा भड़ी साहो रे बाहु